ഹായ് ഫ്രണ്ട്സ്, മാധവൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ചക്കയൊക്കെ ആയില്ലേ, അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ചക്കട ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് വളരെയധികം ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കട വേണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഹായ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു അടിപൊളി ചക്കട ഉണ്ടാക്കാൻ പോവാണ്. ചക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചക്ക റെഡിയാണ്. നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ചക്ക, നല്ല വരിക്ക ചക്കയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കഴിച്ച് നോക്കാൻ തോന്നും. നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് ചക്കടയ്ക്ക് പറ്റിയ ചക്കയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് മിക്സി ജാറിലിട്ട് നമുക്കിതൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. ചക്ക മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ശരിക്കും വരട്ടി എടുക്കണം. അപ്പോൾ ഇത് ഇച്ചിരി അളവ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശെ എടുത്ത് നമുക്ക് നല്ല അട ഉണ്ടാക്കാം. അപ്പോൾ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരം എങ്ങനെയാണ് ഓരോരുത്തരുടെ ഇതനുസരിച്ച്, ചിലർക്ക് മധുരം അധികം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കും കേട്ടോ. ശർക്കര ചക്കയുടെ ചൂടിൽ കിടന്ന് പതുക്കെ അലിഞ്ഞ് റെഡി ആയിക്കോളും. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചക്ക വരട്ടിയത് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ചക്ക എടുത്ത് നമുക്ക് അടച്ചിട്ടെടുക്കാം. നമുക്കിത് സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് അടച്ചിടാമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് അടച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ചക്ക ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്, നമുക്ക് കുഴച്ച് പരത്താനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഏലക്ക, ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത്. ഇനി ഞാൻ കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അധികം ആവണ്ട, അത്യാവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഇനി കുറച്ച് നാൾ ചക്ക അട സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഈ തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരിട്ട് പച്ചന ഇട്ട് കൊടുക്കാതെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി തന്നെ ചേർക്കണമെന്നില്ല, ചിലവർ റവപ്പൊടി ചേർക്കാറുണ്ട്, ഗോതമ്പ് പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൊടി, നമ്മുടെ കയ്യിൽ ഏത് പൊടിയാണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചക്കയുടെ ടേസ്റ്റി ആവണമെങ്കിൽ നമ്മൾ പൊടി വളരെ കുറച്ച് ഉപയോഗിക്കാവൂ. ചക്കയുടെ ഒരു ഫ്ലേവർ മുന്നിട്ട് തന്നെ നിൽക്കണം, എന്നാലാണ് ചക്കയുടെ ടേസ്റ്റി ആവുള്ളൂ. ഒത്തിരി പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ്നെസ് കുറയും. അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചക്കയുടെ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ പൊടി ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല സ്മൂത്തായിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇതിനെ നല്ലപോലെ
ഇളക്കിയെടുക്കുക. അപ്പോൾ ചക്കടയുടെ ഇല നമ്മൾ ഇടുന്ന ഇല ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചക്കട ഇല ഉണ്ടാക്കാൻ. ശരിക്കും ആ ചക്കടയുടെ ഒരു സ്മെല്ലൊക്കെ വരുന്നത്, ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മരത്തിലൊക്കെ കയറി പറിച്ചതാണ് കേട്ടോ. അപ്പം നമുക്കിതിൽ നിന്ന് നമുക്ക് നല്ല വൃത്തിയുള്ള ഇലകളൊക്കെ മാറ്റിയെടുത്തിട്ട് കഴുകി നമുക്ക് റെഡിയാക്കാം. ഇലയൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ ചുടുന്നതിന് മുൻപ് നമുക്കൊരു പാത്രത്തിൽ ഒരു ചക്ക വട്ടയപ്പം ഉണ്ടാക്കാം. അതിന് പാത്രം റെഡിയാണ്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും നല്ലപോലെ തടവി ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചക്കടയുടെ സ്മെല്ല് ഒന്ന് വരുത്തണമല്ലോ. അപ്പം നമുക്ക് ഇല ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇലയിൽ പരത്താം. ചക്കടയിൽ നമുക്ക് ലോക്കിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കുമ്പിൾ കുത്തി നമുക്ക് അടയുണ്ടാക്കാം. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കുമ്പിൾ കുത്തി അട.
ഹലോ, അപ്പോൾ നിങ്ങൾക്ക് ചക്കടയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.